അപ്പോൾ നമ്മൾ ലൈനിൽ വരുന്ന കൺസ്ട്രെയിൻസിനെ പറ്റിയെല്ലാം പറഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ സർക്കിൾ ഷേപ്പ് അല്ലെങ്കിൽ നമുക്കിവിടെ വരുന്ന രണ്ട് മെയിൻ ജിയോമെട്രീസ് ആണ്, ഒന്ന് ലൈനും ഒന്ന് ആർക്ക് അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ സർക്കിൾ ഷേപ്പിൽ വരുന്ന കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നമുക്ക് സർക്കിളിന് എന്തെല്ലാം കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2-3 സ്കെച്ചസ് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ വരച്ച് വെച്ച ഈ ഒരു അണ്ടർ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്കെച്ച് അല്ലെങ്കിൽ സർക്കിൾ ഞാൻ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ആഡ് റിലേഷനിൽ ഫിക്സ് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ മാത്രമേ നമുക്ക് എന്തിനുള്ളൂ, ഒരു സിംഗിൾ സർക്കിൾ എന്ന് പറയുന്ന ജോമെട്രിക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ആർക്ക് സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് മാത്രമാണ്, ഫിക്സ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ജോമെട്രീസ്, ഇപ്പോൾ നേരത്തെ നമ്മൾ 2 ലൈൻസ് എന്ന് പറഞ്ഞ പോലെ 2 ആർക്ക് അല്ലെങ്കിൽ 2 സർക്കിൾ അല്ലെങ്കിൽ ഒരു സർക്കിൾ ആൻഡ് ആർക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കിവിടെ എന്ത് വരുന്നത്, ബാക്കിയുള്ള കൺസ്ട്രെയിൻസ് എല്ലാം ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ ഈ 2 സർക്കിളുകൾ തമ്മിൽ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഫസ്റ്റ് സർക്കിൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്യുക, സെക്കൻഡ് സർക്കിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ വേറെ കുറച്ച് ഓപ്ഷൻസും കൂടെ വന്ന് കോറേഡിയൽ, ടാൻജൻറ്റ്, കോൺസെൻട്രിക്, ഈക്വൽ, ഫിക്സ് ആൻഡ് ഈക്വൽ കർവ് ലെങ്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ആൻഡ് ഫിക്സ് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ലൈൻ ജോമെട്രിയിൽ പഠിച്ചു. അത് എവിടെയുണ്ട്, നമ്മുടെ സർക്കിൾ അല്ലെങ്കിൽ ആർക്ക് ജോമെട്രിയിലും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സർക്കിളിന് 15 എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സർക്കിൾ പിക്ക് ചെയ്ത് രണ്ടാമത്തെ സർക്കിളും കൂടെ പിക്ക് ചെയ്തിട്ട് ഇവിടെ ഈക്വൽ എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും, നമ്മുടെ ഇപ്പോൾ അണ്ടർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ സർക്കിളും കൂടെ എന്തായിട്ടുണ്ട്, അപ്പം 50 ഡയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈക്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് ടാൻജൻറ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ 2 സർക്കിൾ സെലക്ട് ചെയ്തു, ഞാനിവിടെ ടാൻജൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതാണ് ടാൻജൻറ്റ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് ഈ ടാൻജൻറ്റ് എന്നുള്ളതെല്ലാം പറയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ അത് കിട്ടും. കാരണം എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ ടാൻജൻറ്റ് എന്താണ് ഉള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ, ടാൻജൻറ്റ്. അപ്പം ഞാനിപ്പോൾ ഈ 2 സർക്കിൾ തമ്മിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സർക്കിളും ഈ ഒരു ആർക്കും പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്, ടാൻജൻറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ ഈ ആർക്ക് ഇങ്ങോട്ട് മൂവ് ആയല്ലോ, പക്ഷേ ഇവ തമ്മിൽ എന്തായിട്ടില്ല, കോണ്ടാക്റ്റ് ആയിട്ടില്ല. ബട്ട് ഇവിടെ എന്തുണ്ട്, ടാൻജൻറ്റ് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ആർക്കിനെ ഒന്ന് മൂവ് ചെയ്യുവാണ്, കണ്ടാ, ഇതെനിക്ക് എന്താണ്, ഈ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടായിരിക്കും എന്തായിരിക്കുന്നത്, ഈ ആർക്ക് ഇപ്പോൾ അലൈൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാൻജൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുപോലെ ഈക്വൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അടുത്തൊരു ഓപ്ഷനാണ് എന്ത്, നമുക്ക് കോ റേഡിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഈ കോ റേഡിയൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോ, അതായത് സെയിം ഒറിജിൻ പോയിന്റ് ആൻഡ് സെയിം പാത്ത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അതായത് ഞാനിപ്പോൾ ഇത് രണ്ടും തമ്മിൽ കോ റേഡിയൽ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്തായി, ഒരു സർക്കിൾ മാഞ്ഞു പോയതല്ല, ആ സർക്കിൾ എവിടേക്ക് വന്ന്, നമ്മുടെ മെയിൻ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് വന്ന്. ഇവിടെ കണ്ടോ, നമുക്ക് കോ റേഡിയൽ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ സർക്കിളും ആർക്കും പിക്ക് ചെയ്തിട്ട് ഞാൻ കോ റേഡിയൽ കൊടുത്ത് കാണിച്ചു തരാം. കോ റേഡിയൽ കൊടുക്കുന്ന സമയത്ത് കണ്ടോ, എനിക്ക് എന്തായി, എൻ്റെ ആർക്കിൻ്റെയും സർക്കിളിൻ്റെയും ഒറിജിൻ പോയിന്റ് സെയിം ആയിരിക്കും. ദെൻ ആർക്കിൻ്റെയും സർക്കിളിൻ്റെയും പാത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് എൻ്റെ ആർക്ക്. ക്ലിയർ ആയല്ലോ അത്? അപ്പോൾ ഇതാണ് നമ്മുടെ കോ റേഡിയൽ, ഒറിജിൻ പോയിന്റ് സെയിം ആയിരിക്കും, അതുപോലെ ആർക്കിൻ്റെ പാത്തും സെയിം ആയിരിക്കും. ഇപ്പോൾ കോ റേഡിയൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഓപ്ഷനാണ് കോൺസെൻട്രിക്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, സെയിം സെൻറ്റർ പോയിന്റ്. അപ്പോൾ ഞാൻ ഇതിനെ കോൺസെൻട്രിക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, എനിക്ക് സെയിം സെൻറ്റർ പോയിന്റ്. ഞാൻ ഇപ്പോൾ ഈ ആർക്കിനെ പിക്ക് ചെയ്തു, സർക്കിളിനെ പിക്ക് ചെയ്ത് കോൺസെൻട്രിക് കൊടുത്താൽ എന്തായി, സെയിം സെൻറ്റർ പോയിന്റ്. അതായത് ഇപ്പോൾ ഞാൻ വരച്ച 3 എൻറ്റിറ്റിക്കും എനിക്ക് എന്താണ്, സെയിം സെൻറ്റർ പോയിന്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ആക്കി വെച്ചേക്കുന്നത്. അതിനാണ് നമ്മൾ കോൺസെൻട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണമാണ് നമ്മുടെ സർക്കിൾ ആൻഡ് ആർക്കിന് വരുന്ന കൺസ്ട്രെയിൻസ്: കോറേഡിയൽ, ടാൻജൻറ്റ്, ദെൻ കോൺസെൻട്രിക്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് വരുന്ന ഒരു സാധനമാണ് ഈക്വൽ കർവ് ലെങ്ത് എന്ന് പറയും. അപ്പോൾ കർവ് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കർവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ ഞാനിവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഈ ആർക്കിൻ്റെ അല്ലെങ്കിൽ ഈ ആർക്കിനെ ഞാനിപ്പോൾ ഇങ്ങനെ നിവർത്തി വെക്കുവാണ്. അപ്പോൾ നിവർത്തി വെക്കുന്ന സമയത്ത് നമുക്കൊരു ലെങ്ത്ത് കിട്ടുമല്ലോ. ഓക്കെ, ആർക്കിൻ്റെ റേഡിയസും അല്ല ഡയമീറ്ററും അല്ല. ഞാൻ ഈ ആർക്കിനെ ജസ്റ്റ് ഒന്ന് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു
ലെങ്ത് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കർവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഈ ഒരു ആർക്കിൻ്റെ കർവ് ലെങ്ത് എനിക്ക് ഒരു 100 mm ആണ് വേണ്ടത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കർവ് ലെങ്ത് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പഠിക്കണം. അപ്പോൾ ഈ കർവ് ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തും കൂടെ വേണം, ഒരു ലൈനും കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കർവ് ലെങ്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് 100 mm ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈന് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഡയമെൻഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് 100 എന്ന് പറഞ്ഞ് കൊടുത്ത്, എന്നിട്ട് ഞാൻ ഈ ഒരു കർവും ഈ ഒരു ലൈനും കൂടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണും, ഈക്വൽ കർവ് ലെങ്ത്, അതുപോലെ ഫിക്സ്, ദെൻ ടാൻജൻറ്റ്, 3 ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈക്വൽ കർവ് ലെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്തായി, എൻ്റെ ഈ ഒരു കർവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആർക്കിൻ്റെ കർവ് ലെങ്ത് എന്ന് പറയുന്നത് 100 mm ആണ്. അപ്പോൾ അത് ആയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കർവ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കർവ് ലെങ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡയമെൻഷൻ എടുക്കുക, നിങ്ങളുടെ ആർക്കിൻ്റെ റേഡിയസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആർക്കിൻ്റെ ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും പിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കർവ് ലെങ്ത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി, ഈ 100 എവിടെയും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കർവ് ലെങ്ത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളും ലൈനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടാൻജൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്, ഈ ആർക്ക് എന്ന് പറയുന്ന ജോമെട്രിക്ക് വരുന്ന കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഹലോ, അപ്പോൾ കൺസ്ട്രെയിനെ പറ്റിയും റിലേഷനെ പറ്റിയും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു 2-3 ടൂളും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഈ സ്കെച്ച് ടാബിനകത്ത് ഇവിടെ ഉണ്ട് ഡിസ്പ്ലേ ഡിലീറ്റ് റിലേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു 3 ടൂളുണ്ട്, ഡിസ്പ്ലേ ആൻഡ് ഡിലീറ്റ് റിലേഷൻ. അപ്പോൾ ഈ ഡിസ്പ്ലേ ആൻഡ് ഡിലീറ്റ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഈ ഒരു വർക്ക് സ്പേസിൽ എന്തെല്ലാം റിലേഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അത് നിങ്ങൾക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം, എല്ലാം കൂടെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ എവിടെ വരാം, ഈ ഒരു ഡിസ്പ്ലേ ആൻഡ് ഡിലീറ്റ് റിലേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തൊരു ഓപ്ഷനാണ് ആഡ് റിലേഷൻ. അപ്പോൾ ഈ ആഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനുണ്ടോ ഈ ആർക്കും ഈ സർക്കിളും പിക്ക് ചെയ്യുമ്പോൾ അത് രണ്ടും നമുക്കിവിടെ സെലക്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ റിലേഷൻ വേണ്ടത്, ഇതാണ് ഇതിൻ്റെ മാനുവൽ മെത്തേഡ്. ദെൻ നിങ്ങളിവിടെ വന്നിപ്പോൾ കോൺസെൻട്രിക് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രിക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അത് കോൺസെൻട്രിക് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനുവലി റിലേഷൻസ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച് എന്ന് പറയും. അപ്പോൾ ഈ ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പണി കുറയ്ക്കുന്നൊരു പരിപാടിയാണ്. അതായത് ഇപ്പോൾ ഞാനിവിടെ കുറേ കൺസ്ട്രെയിൻസ് കൊടുത്തു, കുറേ ഡയമെൻഷൻസ് കൊടുത്തു, ഇതെല്ലാം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കഴിയുന്നതും ഇത് യൂസ് ചെയ്യരുത്. ഓക്കെ, നമ്മളിപ്പോഴും മാനുവലി തന്നെ ചെയ്ത് പഠിക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഒറിജിനിൽ നിന്നും മാറ്റി ഞാനിവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. സർക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ, സർക്കിളിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണേ. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച് എടുത്തിട്ട് ഇവിടെ ഉണ്ട് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഓൾ എൻറ്റിറ്റീസ് ഇൻ സ്കെച്ച് എന്ന് പറയും, അതുപോലെ സെലക്റ്റഡ് എൻറ്റിറ്റീസ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്റ്റഡ് എൻറ്റിറ്റി സെലക്ട് ചെയ്തിട്ട് എൻ്റെ സർക്കിൾ മാത്രം പിക്ക് ചെയ്തിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാനിവിടെ ഓക്കെ കൊടുത്തു. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് വന്ന്, അവിടെ സർക്കിളിൻ്റെ ഡയമെൻഷൻ വന്നു, അതുപോലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസും എനിക്ക് അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി, ഡിഫൈൻ ആയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുള്ളി ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ ആ ലൈനിലേക്ക് വരുന്ന ഡയമെൻഷൻസ് എനിക്ക് അവിടെ വന്നു. ഇതിൽ ഹൊറിസോണ്ടലുണ്ട്, ഈ ലൈൻ കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2 എൻഡ് പോയിൻറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ്വെയറിന് തോന്നിയ പോലെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നത്, ഫുള്ളി ഡിഫൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, അതുപോലെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഇതിൽ, എന്താണ്, ഓൾ എൻറ്റിറ്റീസ്. അപ്പോൾ ഈ ഓൾ എൻറ്റിറ്റീസ് പിക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് സ്പേസിൽ എന്തെല്ലാം സ്കെച്ച് ഉണ്ടോ എല്ലാം എന്താക്കി തരും, നിങ്ങൾക്ക് ഫുള്ളി ഡിഫൈൻ ചെയ്ത് തരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്താണ്, അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അത് എവിടേക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ എൻറ്റിറ്റീസിന് എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ പുതിയൊരു ടൂളിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഡിസൈനിങ്.